ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു 3-4 വർഷമായിരിക്കും എന്നാന്നറിയില്ല ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടി. നമ്മളിപ്പോൾ ഈ ഹോട്ട്സ്റ്റാർ ബിഗ് ബോസ് ഒക്കെ വരുമ്പോഴത്തേനും ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഏതാണ്ട് ഏറ്റവും മാക്സിമം പൈസ 399 തോന്നുന്നു. എനിക്കിതേപ്പറ്റി അത്ര വലിയ വിവരമില്ല, ഇതുവരെ ഞാൻ അങ്ങനത്തെ എടുത്തിട്ടില്ല. അപ്പം ഇപ്പൊ നമ്മുടെ രേണുസുതി അത് തുടങ്ങിയിട്ടുണ്ടല്ലോ, 180 രൂപ എങ്ങാണ്ട്. അത് നമ്മൾ അടച്ചെടുത്ത് ആ പൈസ അവർക്കാണ് കിട്ടുക. അപ്പോൾ ഹോട്ട്സ്റ്റാർ എടുക്കുമ്പോൾ ഹോട്ട്സ്റ്റാറിനല്ലേ പൈസ കിട്ടുക, അതേപോലെ എടുത്ത് കാണിക്കുക. എന്നിട്ട് ഇവര് കുറച്ച് ഹോട്ടായിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെയാണ് പെൺകുട്ടികൾ അതിൽ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന പെൺകുട്ടികളുടെ ഇത് ഇപ്പൊ എണ്ണം കൂടി നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും വരുന്നുണ്ട്. അത് ഒരു അതിശയമായിട്ടാണ് സത്യം തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാം മറ്റെന്തോ ഉദ്ദേശത്തോടെ അല്ല, ഇങ്ങനെ ആയിരിക്കാം. ഏതായാലും ഇൻസ്റ്റാഗ്രാമിനിട്ടും യൂട്യൂബിനിട്ടും ഒക്കെ പണി കിട്ടിയിട്ടുണ്ട്. കാലിഫോർണിയയില് 10-26 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, ആ പെങ്കൊച്ചിന്റെ ജീവിതമേ പോയി സോഷ്യൽ മീഡിയ കാരണം. അതിന് അഡിക്റ്റ് ആയിട്ട് ഡിപ്രഷനും പലവിധ ഇതായി അതിന്റെ ജീവിതം പോയെന്നും പറഞ്ഞത് കാലിഫോർണിയ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത് കേസിന് വിധിയായി 50 കോടി ഇവരോടും യൂട്യൂബിനോടും മെറ്റയോടും മറ്റേ ഇൻസ്റ്റയോടൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇവരൊക്കെ പ്രതിക്കൂട്ടി കയറി നിന്നെന്നാ പറയുന്നത്. 50 കോടി നഷ്ടപരിഹാരം ആ പെങ്കൊച്ച് മേടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ലൈഫ് പോയെന്ന്. കാരണം കോടതി വാച്ച് ചെയ്തപ്പോൾ ആ കുട്ടി പറയുന്നതാണ് ശരിയെന്ന് ബോധ്യമായിട്ടുണ്ട്. ശരിക്കും കേരളത്തില് നമ്മുടെ ആ ഒരു വിധി അത് കേൾക്കുമ്പോൾ അത് വിദേശത്ത് ഉള്ളവരല്ലേ, ആ അങ്ങനെയല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷെ ഇപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാവരും മാനം വിറ്റും പണം നേടിയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പം പിന്നെ ഒരു പ്രസിഡന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ഫോട്ടോയും അശ്ലീല ഫോട്ടോ ഒക്കെ ഇടുന്ന പെൺകുട്ടികൾക്കെതിരെ നടപടി വരുമെന്ന്. പക്ഷെ അത് അങ്ങനെയില്ല. ഏതോ ഒരു പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി പ്രസിഡന്റ് പറഞ്ഞതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അതല്ല, അങ്ങനെ ഒരു നിയമം വരും എന്നും പറയുന്നുണ്ട്. ആ നിയമം വരേണ്ടതാണ് ഇവിടെ. കാരണം പുതിയ തലമുറ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ഈ പെണ്ണുങ്ങള് സ്ത്രീകള് കാണിക്കേണ്ടാത്ത സ്വകാര്യ ഭാഗങ്ങൾ മുഴുവൻ കാണിക്കുമ്പോൾ ഈ ടീനേജിലോട്ട് കിടക്കുന്ന ആമ്പിള്ളാർക്കൊക്കെ ഇതാണോ ഇത്ര പൂലോ എന്നൊരു വിചാരത്തിൽ കൊണ്ടേ കാശും മുടക്കി അതുങ്ങൾ ഇതെടുക്കും. അങ്ങനെ അതുങ്ങൾ ഇതിന് അഡിക്റ്റ് ആയിപ്പോയി. ഇപ്പൊ കേരളത്തിൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോൺ ഉപയോഗം കൂടിയിട്ട് സ്കൂളിൽ പിന്നെ വിദ്യാഭ്യാസത്തിന് പോകാൻ ഇഷ്ടമില്ലാതെ ആകുകയും വീട്ടിലിരിക്കും, ഡിപ്രഷനിലേക്കുള്ള പോക്കും എല്ലാം അധികരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ ഒരു ലോക്ക്ഡൌൺ കാലത്ത് മൊബൈൽ കൈ കൊടുത്ത പിള്ളേരാണ്. പിള്ളേർ പിന്നെ മൊബൈൽ താഴെ വെച്ചിട്ടില്ല, മൊബൈലിന് അഡിക്റ്റായി. അതിന്റെ കൂടെ ഓരോ സൗകര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓരോ ഓർഡർ വായിച്ച് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും നഗ്നതയും പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. സമൂഹത്തിന്റെയും യുവാക്കളുടെയും സംരക്ഷണത്തിന് ഇത്തരം നിയന്ത്രണം ആവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. അങ്ങനെ ഒരു നിയമം പുള്ളിക്കാരത്തി വരുത്തിയിട്ടൊന്നുമില്ല, ഒരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞാന്ന്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു നിയമം വരുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചു ആമ്പിള്ളാരൊക്കെ ഏതവസ്ഥയിലേക്ക് പോകും എന്നറിയില്ല. പിന്നെ ഇന്നിപ്പം ഞാൻ വേറൊരു വാർത്ത കണ്ട് ട്രോളിലൂടെ അറിഞ്ഞാണ് കേരളത്തിൽ ഏറ്റവും അധികം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ, പർപ്പിൾ എന്നും പറഞ്ഞൊരു പെൺകൊച്ചി. എന്റെ പൊന്നെ, അതിസുന്ദരിയായ ഒരു കൊച്ച്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് പോലെയാണ് തോന്നുന്നത്, എന്നാലും അതിസുന്ദരിയാണ്. അതിലുപരി ഒരു നിലവിളക്ക് എത്തിച്ചു വെച്ചാൽ നമ്മൾക്ക് തോന്നില്ലേ, അതുപോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ച്. ആ കൊച്ചക്ക് ഈ പണിക്ക് പോകുന്ന കേട്ടപ്പോ ഉണ്ടല്ലോ, കാണുമ്പോ എന്തോ ഒരു വിഷമം പോലെ. അല്ലല്ല, വിളക്കെടുക്കാൻ വന്നല്ല, വിളക്കെടുക്കുന്നത് കാണാൻ വന്നതാ. പ്രാർത്ഥിച്ചായിരുന്നു, നേരത്തെ ഓൾറെഡി പ്രാർത്ഥിച്ചു. ഈ പെൺകുട്ടിയുടെ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ 399 രൂപ കൊടുത്ത് കാണാൻ 1600 പേര്. വരുമാനം 65 ലക്ഷത്തിലധികം എന്നാ പറയുന്നത്. ഒരു മാസത്തെ മാസവരുമാനമാണ് ഈ പറഞ്ഞത്. ഇത്രയും വരുമാനം ഈ പെങ്കൊച്ചുണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടിയ കാശ് 399 ആണെന്ന് തോന്നുന്നു കേട്ടോ. 180 രേണുസുതിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും പൈസയാണ് ഈ കുട്ടി ഉണ്ടാക്കുന്നത്. ഈ കുട്ടിയെ പറ്റി ആരോ റോസ്റ്റ് ചെയ്തിട്ട് ആ റോസ്റ്റിനുള്ള ഒരു മറുപടി നിന്നുകൊണ്ട് കേട്ടോ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളിയാന്ന് പലരും അറിയുന്നത്. ഹിന്ദിക്കാരിയാണ്. PR ടീം ആരോ അല്ലെ മാനേജർ ആരോ ആണ് കമന്റിനൊക്കെ മറുപടി കൊടുത്ത് പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്ന് കേൾക്കാൻ. പുള്ളിക്കാരത്തി കേസ് കൊടുക്കുമ്പോൾ റോസ്റ്റ് ചെയ്താലെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റോസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിരക്കണം കേട്ടോ. ഈ ഡീഫോമേഷൻ എന്താണെന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. അപ്പം അതിന് മുകളിൽ ഒരാളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് പുള്ളിയുടെ പേരിൽ FIR ഇട്ട് കേസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അഡ്രസ്സ് മറച്ചേട്ടോ. അപ്പോൾ ഒരാൾക്കെതിരെ അപകീർത്തിപ്പെടുത്തുക, അതുപോലെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഡീഫമേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫണ്ണായിട്ട് തന്നെ എടുക്കും. അങ്ങനെയുള്ള വീഡിയോസിൻ്റെ താഴെ പോയി ഞാൻ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരാളെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാര്യം കോടതി കയറി ഇറങ്ങേണ്ടി വരും. FIR ഒക്കെ ഇട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് നടത്തി മുന്നോട്ട് പോകാനുള്ള ആംബിയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. കാര്യം എനിക്കും നല്ല ആംബിയറാണ്. അപ്പം കേസൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഈ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിയമം അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ വല്ല ChatGPT എടുത്തോ ജെമിനി എടുത്തൊക്കെ ഒന്ന് പോയി ചോദിക്കും എന്താണ് ഒരാളെ പറ്റിയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഡീഫർമേഷൻ കേസ് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത് റോസ്റ്റ് ചെയ്യുന്ന, അത് റിയാക്ഷൻ ഇടുന്ന മിക്ക ചാനലുകാർക്കും അതറിയാം. അതിലുപരി എനിക്കറിയാവുന്ന ചില റിയാക്ഷൻ ചാനലുകളുണ്ട്, നിങ്ങൾക്കും അറിയാം, നിങ്ങൾ സ്ഥിരം കാണും. അവർക്കൊക്കെ 10ഉം 18ഉം കേസാണ് ഒരാളുടെ പേര് കിടക്കുന്നത്. അതിങ്ങനെ കോടതി കിടക്കും കാലങ്ങളോളം. ഈ റോസ്റ്റ് ചെയ്യുന്ന അല്ലെ റിയാക്ഷൻ ചെയ്യുന്ന അവരെയൊക്കെ ഈ പറയുന്ന ഇതൊന്നും കേട്ട് അവർ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പിന്നെയും ചെയ്യത്തുള്ളൂ. അതിന്റെ രീതി അങ്ങനെ. അതെന്താന്ന് വെച്ചാൽ അവർ ഈ കോടതി കയറി ഇറങ്ങി അവർക്ക് ഇതൊരു ശീലമായി. രണ്ടാമത് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അകത്ത് ഡീഫർമേഷൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? മാനനഷ്ടം എന്നല്ലേ? മാനനഷ്ട കേസ് എന്നും കണ്ടല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഇവരുടെ ഈ ശരീരഭാഗങ്ങൾ കുറച്ചെങ്കിലും കാണിച്ചല്ലേ ഈ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കാണിക്കുന്നത് ഒരു മാനനഷ്ടമല്ലേ? എനിക്കിത് കേട്ടപ്പോൾ സത്യമായിട്ട് തോന്നിയ ഒരു സംശയമാണത്. എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ കാണിക്കുന്ന അവനവന്റെ സ്വകാര്യ ശരീരഭാഗങ്ങൾ പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന നമ്മുടെ ഒരു മാനനഷ്ടമാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന് കുഴപ്പമില്ല. ആരോ എന്തോ പറഞ്ഞു, ആരെന്ത് പറഞ്ഞെന്നൊന്നും ഏതായാലും എനിക്കറിയില്ല കേട്ടോ. ആരുടെ പേരിലാണ് കേസ് കൊടുക്കുന്ന എനിക്കൊരു വിവരമില്ല അതേപ്പറ്റി. എന്താണേലും പുള്ളിക്കാരത്തി മലയാളത്തിൽ വന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി മലയാളിയാന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള വ്യക്തിയാണ്. രേണുസുതിയൊന്നും അല്ല കേട്ടോ. ഇത് പിന്നെ ഇത്ര ഭംഗിയുള്ള ഒരു കൊച്ചല്ലേ. അപ്പൊ എന്ത് പറഞ്ഞാലും ആൾക്കാര് ക്യൂ നിൽക്കുവോടെ. ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ഇത് കുഴപ്പമില്ല. കല്യാണമൊക്കെ കഴിച്ച് ഒരു പരുവായ ആണുങ്ങൾ പണിയെടുത്ത് ജോലി പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിന്റെ ഈ ലൈവോ അല്ലെ ഇവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ, ഇവര് ഡേ ഇൻ മൈ ലൈഫോ ഇവരെന്തൊക്കെയാ കാണിക്കാന്നറിയില്ല, എന്തേലുമൊക്കെ കണ്ട് അവരൊക്കെ അവിടെ പോയി ലൈവിൽ ഇങ്ങനെ മരവാഴ കണക്കിന് കുത്തിയിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിന് അവരാസ്വദിക്കട്ടെ, ജീവിതം ആസ്വദിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേങ്കിൽ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് ഈ വളർന്നങ്ങോട്ട് വരുന്ന ടീനേജ് പ്രായം എത്തിയവർക്ക് അയ്യോ ഇതെന്തുവാ ഇതെന്ന് അറിയില്ലാതെ ഇങ്ങനെ പരപരാന്നും പറഞ്ഞ് നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. ആ പ്രായത്തിൽ ഇതൊക്കെ കണ്ടു പോരാണ്ട് ഇത്രയും സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ കാണുമ്പോൾ അവരൊക്കെ ഇതിന് പോയി അഡിക്റ്റായി ലൈഫേ പോവും. ഈ കൊച്ചൊക്കെയോ കാശുണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ തന്നെയായി നമ്മുടെ കേരളം. നല്ല അന്തസ്സായിട്ട് ഇതിനെയൊക്കെ കല്യാണം കഴിക്കാനും ആൾക്കാരുണ്ടാകും, അല്ലെ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ജീവിക്കും. കാരണം ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയാന്ന് പറയാം. ഹൈ ക്ലാസ്സിന് അടിച്ചു പൊളിച്ച് പറയണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവര് കടലാസിന്റെ വില കൊടുക്കാൻ നടക്കുന്നു. പാവപ്പെട്ടവർ പിന്നെ താഴേക്കിടയിലുള്ളവർ അവർ ആ ഒരു ജീവിതമായിട്ട് അന്നത്തെ അത്താഴം അന്നന്ന് കഴിഞ്ഞു പോവുക, അതവർ ശീലിച്ച് അവർക്ക് അതിൽ കൂടുതൽ ടെൻഷൻ ഇല്ല. അവരതങ്ങ് ശീലിച്ച് അങ്ങനെ പോയി. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഈ മിഡിൽ ക്ലാസ്. അവർക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പണ്ടും ഇങ്ങനെയാണ്, വരവറിയാതെ ചെലവ് കഴിഞ്ഞാൽ പെരുവഴി ആധാരം എന്ന് പണ്ടൊരു പാട്ടി കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയിലേക്കാണ് മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്നത്. കാരണം അവർക്ക് എപ്പോഴും എത്തിപ്പിടിക്കാൻ പോകുന്നത് ഹൈ ക്ലാസ്സിലോട്ടാണ്. എത്തിയോട്ട് പിടിക്കാനും പറ്റത്തില്ല, താഴോട്ട് പൊത്തൊന്ന് വീഴുകയും ചെയ്യും. നിവൃത്തിയില്ലാതെ സാമ്പത്തിക ഞെരുക്കം മൂലം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഈ എത്തിപ്പിടിക്കാൻ പോകുന്നതിന്റെ ഒരു കുഴപ്പമാണ്. മറ്റൊരാൾ വലിയ മാളിക വെച്ചാൽ അവനോന് പറ്റുമല്ലോ എന്ന് നോക്കിയാൽ, അല്ല മറ്റൊരാൾ വലിയ ലക്ഷറി കാർ മേടിച്ചാൽ അത് അവനോന് പറ്റുമല്ലോ എന്ന് നോക്കിയാൽ അത് എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കും. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ എത്തിപ്പിടിക്കാൻ നോക്കി ബ്ലേഡ് കമ്പനി പോയി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നശിച്ച് നാറാണക്കല്ല് പിടിക്കുക. ഇപ്പൊ നേരെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് സോഷ്യൽ മീഡിയ വന്ന് ശരീരഭാഗങ്ങൾ കാണിക്കുക. ഇപ്പൊ കൂടുതലും പേര് ഈ വക സൂത്രമാണ്. മാനം വിറ്റും കാശുണ്ടാക്കാന്നുള്ള ഒരു രീതിയിലാണ് കേരളത്തിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ആ രീതിയിലോട്ട് കേരളത്തിലെ പെൺകുട്ടികൾ മാറി. ഇപ്പൊ വേറെ ഒത്തിരി ഉണ്ട് സബ്സ്ക്രിപ്ഷൻ ഉള്ള കേസ് കെട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.